അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഇടയാളനെ സ്വീകരിക്കണമെന്ന് സലഫ് സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശത്തിൽ എവിടെയാണ് തെളിവുള്ളത്? അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ച് മനസ്സിലാക്കിയ സ്വഹാബിമാർ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ അവരുടെ മാർഗത്തിൽ നിന്ന് ആ ഉത്തമ നൂറ്റാണ്ട് 3 നൂറ്റാണ്ട് അതിൽ നിന്ന് ഉദ്ധരിക്കുക ദലീൽ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ആദർശമുഖാമുഖം എന്ന പേരിൽ നടക്കുന്ന ഈ പ്രോഗ്രാം ഇത് കുറച്ച് മാസങ്ങൾ മുമ്പ് നടന്ന ഒരു പരിപാടിയാണ്. ഇത് കഴിഞ്ഞ പിറ്റേന്ന് തന്നെ ഇത് സംബന്ധമായിക്കൊണ്ട് നമ്മൾ ഒരു റിയാക്റ്റിംഗ് വീഡിയോസ് എന്ന ടെർമിനേറ്റ് ചെയ്യപ്പെട്ട പഴയ ചാനലിൽ ഒരു പ്രതികരണ വീഡിയോയും നടത്തിയിരുന്നു. വീണ്ടും ഈ ഒരു വീഡിയോ ഇപ്പോൾ ചർച്ചയായത് അല്പ ദിവസങ്ങൾ മുമ്പ് മറ്റൊരു ചാനലിൽ ഇതേ വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നിരവധി ആളുകൾ കാണുകയും ഒക്കെ ചെയ്ത ഒരു വീഡിയോ ആണ്. അതിൻ്റെ ടൈറ്റിൽ മൗലവിയുടെ കള്ളത്തരം പിടികൂടുന്നു എന്ന ഒരു ക്യാപ്ഷനോടെയാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത്. കുറേ ആളുകൾ കണ്ടതുകൊണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഏതൊരാൾക്കും വിശദീകരണമില്ലാതെ തന്നെ വളരെ നിസ്സാരമായിക്കൊണ്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യവും ആയതുകൊണ്ടും ആവാം ചില സഹോദരന്മാർ 4-5 ആളുകൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് വാട്സപ്പിൽ ഈ വീഡിയോയുടെ ലിങ്കും അതോടൊപ്പം ഇത് സംബന്ധമായിട്ടൊരു പ്രതികരണ വീഡിയോ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് ചെയ്തിരുന്നു, അറിയിച്ചിരുന്നു. കഴിവിൻ്റെ പരമാവധി പറ്റുന്ന പോലെ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനൊരു വിഷയം പറയുമ്പോൾ ആർക്കെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ സ്വാഭാവികമാണ്. കാര്യം അങ്ങനെ കുറേ ഉസ്താദന്മാർ നടത്തുന്നൊരു പ്രോഗ്രാം അത് വിശകലനം ചെയ്യാനും അത് പ്രതികരിക്കാനും വിമർശിക്കാനും അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും കണ്ടെത്താനും അക്കം പാത്തിലും വേർതിരിച്ച് ഇതൊക്കെ പറഞ്ഞു തരാനുള്ള എന്ത് യോഗ്യതയാണക്കുള്ളത്, എന്ത് അറിവാണക്കുള്ളത്, അതിനുള്ള എന്ത് ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനുമാണ് തനിക്കുള്ളത് എന്ന് ചിന്തിച്ചേക്കാം, തോന്നിയേക്കാം. ഇൻഷാ അല്ലാഹ് വീഡിയോയുടെ അവസാന ഭാഗത്ത് അതൊന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇനി വീഡിയോയിലേക്ക് വരാം. ഇവിടെ മുഖാമുഖം എന്ന് പറയപ്പെട്ട പ്രോഗ്രാമിൽ അതെന്താണ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ച് എന്നുള്ളത് മറുപടി പറയുന്ന ആൾ മറുപടി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ അവിടെ ഒന്ന് ചെറുതായിട്ട് അത് കോട്ട് ചെയ്യാം. ആ പ്രോഗ്രാമിൽ ചോദ്യകർത്താവായി വന്നിട്ടുള്ളത് മുഹമ്മദ് ബാവ എന്നു പേരുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആ മുഖാമുഖത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് മുഹമ്മദ് ബാവ AR നഗർ എന്നാണ്. ഈ മുഹമ്മദ് ബാവ എന്ന് പറയുന്ന വ്യക്തിയെ വർഷങ്ങൾ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. 2010 മറ്റോ സൗദിയിൽ ഉണ്ടായിരുന്ന കാലത്ത് റിയാദിലെ ബത്തയിൽ വെച്ച് ഇദ്ദേഹത്തെ കാണുകയും പരിചയപ്പെടുകയും ഒരു പ്രോഗ്രാമിൽ ഒന്നിച്ച് പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അദ്ദേഹം ചോദിച്ച വിഷയം, അള്ളാഹുവോട് ദുആ ചെയ്യുമ്പോൾ ഇടയാളനെ, മധ്യവർത്തിയെ, വസീലനെ തവസ്സുലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതിനെ മുൻകഴിഞ്ഞു പോയ എന്ന് പറഞ്ഞാൽ സലഫുസ് സ്വാലിഹീങ്ങളിൽ അത് ആ 3 നൂറ്റാണ്ട് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾ, സച്ചരിതരായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, അവരിലോ അത് കഴിഞ്ഞു വന്ന താബിഈങ്ങളിലോ അത് കഴിഞ്ഞു വന്ന അത്ബാഉ താബിഈങ്ങളിലോ ഈ തബഉ താബിഈങ്ങളിൽ പെട്ട ആളുകളിൽ മദ്ഹബിൻ്റെ ഇമാമിയങ്ങളായിട്ടുള്ള അതുപോലെ തന്നെ ഹദീസ് ക്രോഡീകരണത്തിൽ സംബന്ധിച്ച പണ്ഡിത കേസരികളാണ്. അവരിൽ ആരിലെങ്കിലും ഇതുപോലെ മധ്യവർത്തിയായിട്ട് അല്ലെങ്കിൽ ഇടയാളനായിട്ട് വസീലനായിട്ട് തവസ്സുൽ ചെയ്തതായിട്ട് ഏതെങ്കിലും ഒരു തെളിവ് കാണിച്ചു തരാമോ എന്നാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ ഒരു ചെറിയ ഹിക്മത്ത് കൂടിയുണ്ട്. ആ ഹിക്മത്ത്, ഈ ഇടയാളൻ അല്ലെങ്കിൽ വസീലൻ ഈ ഒരു കാര്യം ചെയ്യാൻ ഖുർആനിലോ സുന്നത്തിലോ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ മുസ്ലിയാക്കന്മാർ ഡബിൾ സ്ട്രോങ്ങിലോ ട്രിപ്പിൾ സ്ട്രോങ്ങിലോ ഒക്കെ ചാടി എഴുന്നേറ്റ് പറയും, ഉണ്ട് മൗലവി ഉണ്ട്. ഇത് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ ചോദിച്ചപ്പോൾ ഒരു മൂല്യർ നീച്ചു നിന്ന് പറഞ്ഞില്ലേ, ആ മൂല്യരുടെ ശിഷ്യന്മാരാണ്. അതിൻ്റെ അപ്പുറം പറയും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഖുർആനിലും സുന്നത്തിലും അല്ല തെളിവ് ചോദിച്ചത്. ആസാറു സ്വഹാബാക്കളുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അത് കഴിഞ്ഞാൽ തബഉ താബിഈങ്ങൾ ഈ 3 നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 3 കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബും പഠിപ്പിക്കാത്ത ഒരു വിഷയം, പുതിയതായിട്ട് കെട്ടിയുണ്ടാക്കിയ പിഴച്ച ഒരു സിദ്ധാന്തം അത് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? അതിൻ്റെ തെളിവുണ്ടോ? അവസാനം ഇൻഷാ അല്ലാഹ് പറയുന്നതിന് മുമ്പ് ദലീൽ പറയാനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ തെളിവ് പറയുക. അത് ഖുർആനും സുന്നത്തും പഠിക്കാൻ ശ്രമിക്കുന്നവരുടെ ഒരു
സ്വഭാവമാണ്. ഖുർആനും സുന്നത്തുമാണ് ദീന്. ഖുർആനിലും സുന്നത്തിലും ഉള്ളതാണ് ദീനുൽ ഇസ്ലാം. അതിനപ്പുറത്തുള്ളത് വാറോലകളാണ്, കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് മനസ്സിലാക്കിയ ആളുകൾ എന്തെങ്കിലും ഒരു പിഴച്ച വാദവുമായിട്ട് ആരെങ്കിലും വരുമ്പോൾ അവരോട് പറയും അതിന് തെളിവ് പറയുക എന്ന്. അത് ഈ പറയപ്പെട്ട ചോദിക്കപ്പെട്ട ആളുകൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാര്യം അവർക്ക് പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ട. ഞാനത് ആക്ഷേപിക്കുകയല്ല, ആക്ഷേപമല്ല, അത് ഒരു യാഥാർത്ഥ്യം പറയാണ്. ചില കാര്യങ്ങളിൽ എൻ്റെ മുഖഭാവമോ ചിരിയോ അല്ലെങ്കിൽ സംസാരത്തിൽ വാക്കുകളോ ഒക്കെ ഒരു ആക്ഷേപമായിട്ടോ പരിഹാസമായിട്ടോ ഒക്കെ പല ആളുകളും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അത് ഓരോ ആളുകൾക്കും ഓരോ ശൈലിയാണെന്ന് മനസ്സിലാക്കുക. ഏതായാലും ആ ഒരു ചോദ്യത്തിലെ ഹിക്മത്ത് എന്താണെന്ന് പറഞ്ഞു. അവിടെ ചോദിക്കപ്പെട്ട ചോദ്യത്തിന് അലവി സഖാഫി പറയുന്ന മറുപടി, അതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. മറുപടി കേൾക്കുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദർശ മുഖാമുഖം എന്ന പേരിട്ട പരിപാടിയാണല്ലോ. അപ്പോൾ ആദർശമുള്ളവരല്ലേ ആ മുഖാമുഖം നടത്തേണ്ടത്. ആദർശമുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കപ്പെട്ടത് ഇവർ ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതുമായൊരു കാര്യമാണെങ്കിൽ അതിന് ഇസ്ലാമിൽ ഹുജ്ജത്തിന് കൊള്ളാവുന്ന ദലീൽ, വിശ്വാസയോഗ്യമായ തെളിവ് ഉണ്ടായിരിക്കും. അത് പറയാൻ ഒരു വെപ്രാളത്തിൻ്റെ ആവശ്യമില്ല. അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും കഴിയുമെങ്കിൽ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ആദർശ മുഖാമുഖം എന്ന് പറഞ്ഞ് നടത്തുന്ന പ്രോഗ്രാമിൽ ആദർശമില്ലായ്മയാണ് മുഴച്ചു നിൽക്കുന്നത് എന്നുള്ളത് ഈ മറുപടിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഇദ്ദേഹം മറുപടി പറയാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു അൽഹംദുലില്ലാ പറയും, പിന്നെ കുറച്ച് നാട്ടുവർത്താനം പറയുന്ന പോലെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പിന്നെ ഹംദും സലാത്തും ഷഹാദത്ത് കലിമയൊക്കെ ചൊല്ലിയിട്ട് പിന്നെ ആണ് ഈ ഒരു മറുപടിയിലേക്ക് പോകുന്നത്. അദ്ദേഹം തെളിവായിട്ട് പറയുന്ന ഒരു ഹദീസ് തന്നെയാണ്, അത് ഇല്ലല്ല പാട്ടൊന്നുമല്ല, ഉള്ള ഹദീസ് തന്നെയാണ്. പക്ഷേ ഇവരെ ചോദിച്ചതിനുള്ള മറുപടിയാണോ അത് എന്നുള്ളത് ബേസിക്കായിട്ട് ഇസ്ലാമിക വിഷയങ്ങൾ അറിയുന്ന ഒരാൾക്ക് പോലും മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പ്രത്യേകം അദ്ദേഹത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂട്ടും ആ ഒരു വെപ്രാളം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ കിളി പോയ ഒരു അവസ്ഥ എന്ന് പറയും, അല്ലെങ്കിൽ റിലേ അടിച്ചു പോയ ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത് അയാൾ ആക്ഷേപിക്കല്ല. ഇത് ആളുകളെയും കൂടി ചെയ്യിപ്പിക്കുമ്പോൾ അതിന് വ്യക്തമായ തെളിവുണ്ടായിരിക്കണം. ഒരാൾ ചെയ്യുന്ന തെറ്റും അത് അയാൾ മാത്രം അനുഭവിച്ചാൽ മതി അതിൻ്റെ തിക്തഫലങ്ങൾ. എന്നാൽ ആ മനുഷ്യൻ ഒരുപക്ഷെ അയാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം, അയാൾക്ക് ഇതിൻ്റെ അപ്പുറം അറിയാം. അത് വിശദീകരിക്കപ്പെടാതെ ഒരു പക്ഷേ അറിയാതെ ആയിരിക്കാം, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് പറയുന്നതുമായിരിക്കാം, അല്ലാഹു ആലം. എന്തായാലും ഈ ഒരു കാര്യം പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പല ആളുകളെയും കൊണ്ട് ചെയ്യിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതിന് വ്യക്തമായ മറുപടി നൽകേണ്ടതുണ്ട്. പറയാനുള്ളത് പഴയ ഒരു പഴഞ്ചൊല്ലാണ്, പഴഞ്ചൻ കോമഡി ആയിട്ട് കരുതേണ്ട. അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് പറയാണ്. അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അതൊക്കെ മീതെയാണ് അവിടെ മറുപടി പറയുന്ന ഉസ്താദ് പറയുന്നത്. അത് മറ്റാരുമല്ല, അലവി സഖാഫിയാണ്. മുഖാമുഖ വേദികളിൽ പ്രകമ്പനം തീർത്തുകൊണ്ട് തന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തനിക്ക് അറിയുന്നതാണെങ്കിലും അറിയാത്തതാണെങ്കിലും വിവരക്കേട് തന്നെ പറയുകയുള്ളൂ. ഇനി പറയുന്നത് വിവരക്കേടാണെങ്കിൽ പോലും അതെല്ലാം കേട്ടുകൊണ്ട് പുളകിതരായി തന്നെ കോരിത്തരിപ്പിക്കുന്ന തരത്തിൽ പ്രചോദനത്തിൻ്റെ മലവെള്ളപ്പാച്ചിലായി തക്ബീർ വിളിക്കുന്ന തക്ബീർ തൊഴിലാളികളായ സാധുക്കളുള്ളപ്പോൾ ഇവർക്ക് ഇത് പറയാം. ആ പറയുന്നത് തെറ്റാണ് എന്ന് എഴുന്നേറ്റ് നിന്ന് ഒരാൾ പോലും ധൈര്യസമേതം അവിടെ പറയാത്ത കാലത്തോളം അത് തുടർന്നുകൊണ്ടേയിരിക്കും. അന്ധവിശ്വാസം ഏറിക്കൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനറിസങ്ങളും ആറ്റിറ്റ്യൂഡും എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക. ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുകയും ചെയ്യാം. അലവി സഖാഫി പറയട്ടെ. അൽഹംദുലില്ലാ. ഇപ്പോൾ നിങ്ങൾ ആദ്യം ചോദിച്ച രണ്ട് ചോദ്യമല്ലാത്ത പുതിയ ചോദ്യമാണ് ഇപ്പോൾ ഒന്നാമതായി ചോദിച്ചിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട് കണ്ടോളൂ നിങ്ങൾ. അപ്പോൾ അതാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ കരുതും, അതല്ല ചോദ്യങ്ങൾ കൃത്യതയോടെ ചോദിക്കണം. അല്ല ആദ്യത്തിൽ ഇത് ചോദിച്ചില്ല, ആദ്യം ചോദിച്ച ഒന്ന് മുദബ്ബിറുൽ ആലമാണ്, പിന്നെ അതല്ല ഇപ്പോൾ ചോദിച്ചത് ഇടയാളനെ സ്വീകരിക്കണതാണ്. ഞാൻ അതിനാഞ്ഞ് മറുപടി പറഞ്ഞത് കഴിഞ്ഞിട്ട് നിങ്ങൾ മറ്റേ ചോദിച്ചോളി. ഒക്കെപ്പാടെ കലത്തണ്ട, നമ്മൾ ഓരോന്ന് ചോദിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله وصفيه اللهم صل وسلم على رسولك سيدنا محمد. ഒന്നാമത്തെ ചോദ്യം, അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഇടയാളനെ നിശ്ചയിച്ചു കൊണ്ടുള്ള ചോദ്യം.
ആ തേട്ടം അതിന് പ്രാമാണികമായി പൂർവികരുടെ ഒക്കെ ചെയ്ത തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം എന്നതാണ് ഇപ്പോൾ അദ്ദേഹം ഒന്നാമതായി ചോദിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. ഓക്കെ സക്കാഫി ഉസ്താദെ, ഇവിടെ എന്തായിരുന്നു അതിൽ വന്ന ചെറിയ 1-2 കാര്യങ്ങൾ മാത്രം ഒന്ന് വിശദീകരിച്ച് മറുപടിയിലേക്ക് പോകാം. ഇവിടെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പിന്നീട് അദ്ദേഹത്തോട് 1-ാമത്തെ 2-ാമത്തെയും ചോദ്യം കഴിഞ്ഞത് 3-ാമത്തെ ചോദ്യം എന്ന് അലവി സക്കാഫി പറഞ്ഞു കൊടുക്കുകയാണ്. 1. അതിനുശേഷം പിന്നീട് നാട്ടുവർത്താനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രഭാഷകൻ ഇസ്ലാമിക ശരീഅത്തിൽ റസൂലുള്ളാഹിൻ്റെ സുന്നത്തനുസരിച്ച് ദഅവത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ ജനങ്ങളോട് അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു തുടക്കം ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ട് ഹംദും സലാത്തും ഒക്കെ ചൊല്ലി വളരെ കാം ആൻഡ് കൂളായിക്കൊണ്ട് പറയുകയേ വേണ്ടുള്ളൂ. അങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ ഇത് കാം ആൻഡ് കൂള് അദ്ദേഹത്തിന് വളരെ ലാഘവത്തോടെ വളരെ നിഷ്പ്രയാസം അത് പറയാൻ കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനുള്ള അറിവുണ്ടെങ്കിലേ അവിടെ എഴുന്നേറ്റ് നിന്ന് ഞാനും അതിൻ്റെ ആളാണെന്ന് പറഞ്ഞു വരേണ്ടതുള്ളൂ. അദ്ദേഹത്തിന് അതിലെന്തോ ഒരു ചെറിയൊരു മൂപ്പരുടെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ യക്കശങ്ക ഉണ്ട് മൂപ്പർക്ക്. അതെന്താണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്ക് വിശദീകരിക്കാം, നമുക്ക് കണ്ടു മനസ്സിലാക്കുകയും ചെയ്യാം. അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പ് സംസാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ബിസ്മി തുടങ്ങി അഭിസംബോധന. അത് ആരെയാണ് പൊട്ടീസാക്കിയത്? ആരെയാവട്ടെ. ഞാനിത് നിർത്തിയത് മറ്റൊരു കാര്യം പറയാനാണ്. തുടക്കത്തിൽ 1-2 കഴിഞ്ഞപ്പോൾ 3-ാമത്തെയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പറയുന്നത് 1-ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞ് വീണ്ടും കുറച്ചുകൂടി വിശദീകരിച്ചിട്ട് ഇപ്പോഴത്തെ 1-ാമത്തെ ചോദ്യം അതാണ് കിളി പോയത് എന്ന് നേരത്തെ പറയാൻ കാരണം. അവിടെ 1-2 കഴിഞ്ഞപ്പോൾ 3-ാമത്തേന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഈ ചോദ്യകർത്താവ് എന്തോ പറയുന്നുണ്ട്, അതൊക്കെ തള്ളി മാറ്റിയിട്ട് അല്ലെങ്കിൽ തള്ളി മറിച്ചിട്ടിട്ട് മൂപ്പർ പറയുകയാണ്. അത് ഇത്രത്തോളം വലിയൊരു കാര്യമാണോ എന്നുള്ളത്. ദഅവത്താണത്. ഇത് ലോകാടിസ്ഥാനത്തിൽ വ്യാപിച്ച് കിടക്കുന്ന അള്ളാഹുവിങ്കിൽ സ്വീകാര്യമായ ഒരു ജീവിത പദ്ധതി, അതിലുള്ള വിഷയത്തെക്കുറിച്ച് കേരളത്തിൻ്റെ എട്ടാവട്ടത്ത് ഉള്ള ഒരു സംഘടനയുടെ വക്താവ് ലോകാടിസ്ഥാനത്തിൽ ഖുർആനും സുന്നത്തും അനുസരിച്ച് പ്രചരിപ്പിക്കപ്പെട്ട പഠിപ്പിക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലിരുന്നിട്ടോ നിങ്ങളെ സ്ഥാപനങ്ങളിൽ ഇരുന്നിട്ടോ എന്തോ നിങ്ങൾ പറഞ്ഞോളിയും. നിങ്ങൾ പറയുന്നത് വിവരക്കേടാണെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് എത്തുമ്പോൾ അത് വിശദീകരിക്കും. അത് നിങ്ങൾ അറിവിൻ്റെ അളവളക്കുവാനുള്ള അളവുകോലുമായിട്ട് വരുമ്പോൾ പ്രിയ സഹോദരന്മാരെ അത് കണ്ട് ഭയന്ന് പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഇളക്കം കണ്ടു. ഇനി പറയട്ടെ. ഇനി പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വീണ്ടും ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താണ്? അതാണ് ബഹുരസം. അവസാനം അടിപൊളി വാ പോവാം എന്നുള്ള ഒരവസ്ഥയാണ് വരാൻ പോകുന്നത്. കണ്ടു നോക്കാം നമുക്ക്. പറയൂ ഉസ്താദേ. ഇൻഷാ അല്ലാഹ് അതിവിടെ പറയാൻ പോവുകയാണ്. ഇമാം തൊബറാനിയും ഇമാം തൊബറാനിയും ഹാക്കിമും ഒരുപാട് മുഹദ്ദിസുകൾ ഉദ്ധരിച്ച ഹദീസ് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായി അവർ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ്. അവരുണ്ടാവും 1.25 റുപ്യൻ്റെ പുസ്തകം അടുത്താണ്. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരു അതന്നെ ഇത് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ സംസ്ഥാന ഓഫീസിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഒന്നുകൂടി ഇടപെടേണ്ടതുണ്ട്. ഇടപെടുക എന്നുള്ളത് പല ആളുകൾക്കും ഇഷ്ടക്കുറവുണ്ടാവും. അത് ഒന്ന് സാങ്കേതികമായിട്ട് അതിനൊരു കാരണമുണ്ട്. മറ്റൊന്ന് ഇപ്പം ഈ പറഞ്ഞതുണ്ടല്ലോ, ഇവിടെ ഒരു വ്യക്തി വന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ ഭാഗമാണ്, മുസ്ലിങ്ങളെ നിങ്ങളൊക്കെ ചെയ്തോളിയും, ഇടയാളിനെ വിളിച്ചോളിയും, വസീല ചെയ്തോളിയും, തവസ്സുലാക്കിക്കോളിയും എന്ന് പറയുന്ന മുസ്ലിയാക്കന്മാരോട് നിങ്ങളത് ചെയ്യുന്നത് ഇസ്ലാമിൽ എന്താണ് അതിൻ്റെ വിധി, അത് ഇസ്ലാമിലെ സലഫു സാലിഹ്യങ്ങൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത്, എങ്ങനെയാണത് അനുസരിച്ച് അവർ അമൽ ചെയ്ത് എന്ന ചോദ്യത്തിന് ഇവിടെ അദ്ദേഹം മറുപടി പറയുകയാണ്. മുജാഹിദിൻ്റെ 1.25 റുപ്യൻ്റെ പുസ്തകം. മുജാഹിദിൻ്റെ എന്തെങ്കിലും പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെങ്കിൽ അത് നമുക്ക് 2 കൂട്ടർക്കും, ഇത് എല്ലാ സംഘടനകളെയും ഒരേ കണ്ണുകൊണ്ട് കണ്ട് ഒരേ മനസ്സുകൊണ്ട് തുല്യരായി സ്വീകരിക്കുവാനും തെറ്റ് പറയുന്നവർ തെറ്റാണ് പറയുന്നത് എന്ന് പറയുവാനുള്ള മനസ്സ് പെടലുള്ളിടത്തോളം കാലം നിങ്ങളെടുത്ത് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയാം. മുജാഹിദ് പറഞ്ഞത് ശരിയോ തെറ്റോ അത് നമുക്ക് മറ്റൊരു ചർച്ച. ഇവിടെ ഇസ്ലാമിൻ്റെ തെളിവാണ് ചോദിച്ചത്. അതിന് മുജാഹിദ് പറഞ്ഞു എന്നല്ല പറയേണ്ടത്. അള്ളാൻ്റെ ഖുർആനിൽ ഇങ്ങനെയുണ്ട്, റസൂലുള്ളാഹിൻ്റെ ഹദീസിൽ ഇങ്ങനെയുണ്ട്, സഹാബാക്കളുടെ ചര്യയിൽ ഇങ്ങനെയുണ്ട്, താബീങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ,
നമ്മളവിടെ നിർത്തും. പ്രതികരണമില്ല, റിയാക്റ്റിങ്ങും ഇല്ല, ഒന്നുമില്ല. കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ മുജാഹിദിൻ്റെ തെളിവല്ല ചോദിക്കുന്നത്. മുജാഹിദ് മോശം പറഞ്ഞു എന്നോ മുജാഹിദ് ശരിയല്ല അങ്ങനെയൊന്നുമല്ല കേട്ടോ അത് പറഞ്ഞത്. ഇത് ഓലങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെന്താ ഞങ്ങൾക്ക് ചെയ്താൽ എന്നുള്ളൊരു തോന്നലവിടെ വരുത്തുകയാണ്. ചില രാഷ്ട്രീയ പാർട്ടിക്കുണ്ട് അങ്ങനെ. അതൊന്നും വിശദീകരിക്കുന്നില്ല. ഇവിടെ ഇതിൻ്റെ കാര്യത്തിലേക്ക് പോകാം. എന്താണ് മുജാഹിദ് പറഞ്ഞതെന്ന് നോക്കാം. എന്താണ് തെളിവ് പറയുന്നത്? പ്രത്യേകം ശ്രദ്ധിക്കുക, തെളിവ് സത്യത്തിൽ സഹിഹായ ഒരു ഹദീസ് തന്നെ പറയുന്നത്. പക്ഷേയാണ് പ്രശ്നം. കേട്ടോക്കി. ഇതിൻ്റെ പേര് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരു ആമുഖം എന്നാണ് KNM പ്രസിദ്ധീകരിച്ചതാണ്. ഇതിൽ ഇസ്ലാഹി പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വിയർപ്പൊഴുക്കിയ പണ്ഡിത നേതാക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു നേതാവാണ് മുഹമ്മദ് അലി അഷൗക്കാനി എന്ന് പറയുന്നയാൾ. അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണിത്. തുഹഫത്തുൽ ദാക്കിരീൻ എന്നാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പേര്. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഹദീസ് ഷൗക്കാനി തൻ്റെ തുഹഫത്തുൽ ദാക്കിരീൻ എന്ന ഈ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് മുഹദ്ദിസുകളിൽ നിന്നാണ് അത് രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം വകയല്ല. അത് മുഹദ്ദിസുകളായ നിരവധി പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇമാം ഹാക്കിം, ഇമാം തിർമിദി, അതുപോലെ നസായി ഉൾപ്പെടെ ഒരുപാട് പണ്ഡിതന്മാർ. എന്താണ് അവരൊക്കെ ഉദ്ധരിച്ച ഈ ഹദീസിലുള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരു വ്യക്തി വരികയാണ്. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ അപ്പോൾ ഉസ്മാൻ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യനുണ്ട്. ആ സ്വഹാബി വര്യനാണ് ഈ സംഭവം രേഖപ്പെടുത്തി വെക്കുന്നത്. അദ്ദേഹം പറയുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഈ വ്യക്തി കടന്നു വരികയാണ്. വന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു, ഫഖാല ഉദ്ഉല്ലാഹ അൻ യുആഫിയനി, അല്ലാഹുവിനോട് തങ്ങളൊന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് ആഫിയത്ത് കിട്ടാൻ, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി തങ്ങളൊന്ന് ദുആ ചെയ്യണം എന്ന് ആ കണ്ണിന് കാഴ്ചയില്ലാത്ത സ്വഹാബി പറയുകയാണ്. പ്രിയമുള്ളവരെ, ഹദീസിൻ്റെ ബാക്കിയുണ്ട്. ഇവിടം കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു അടിസ്ഥാനത്തിൽ ബേസിക്കായിട്ടുള്ള ആ ഒരു ഇസ്ലാമിക ബാലപാഠങ്ങൾ അല്ലേ അറിയുന്ന ആൾക്ക് പോലും മനസ്സിലാകും ഇയാൾ എന്തായി പറഞ്ഞെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് അള്ളാൻ്റെ റസൂലെ എനിക്ക് വേണ്ടി എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി അള്ളാൻ്റെ റസൂലെ നിങ്ങളൊന്ന് ദുആ ചെയ്യുമെന്ന് പറയുന്നതും ഈ മരിച്ച മയ്യത്തിനോട്, അതും ബാഗ്ദാദിലും അന്തോക്കിയയിലും ഇന്തോനേഷ്യയിലും ഒക്കെ ഉള്ള മയ്യത്ത് എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടണ്ട, സങ്കടപ്പെടണ്ട, വിഷമിക്കണ്ട. ജനാസകളാണ്, അത് കബറടക്കപ്പെട്ടു, അവർ മയ്യത്തുകളാണ്. ഇത് മയ്യത്ത് എന്ന് പഠിപ്പിച്ചു തരുന്നത് പരിശുദ്ധ ഖുർആനും സ്വഹീഹ് ഹദീസും തന്നെയല്ലേ. അപ്പോൾ മരിച്ച മഹാനാവട്ടെ അല്ലാത്ത ആവട്ടെ, മരിച്ചാൽ പിന്നെ അത് മയ്യത്താണ്, എനിക്ക് അമാലാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പല ആളുകൾക്കും ഈ ചില പ്രയോഗങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, കുറച്ചൊക്കെ നമുക്ക് പരിഹരിക്കാം, ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഹയാത്തുള്ള റസൂലിനോട് ഒരു സ്വഹാബി പോയിട്ട് അദ്ദേഹത്തിൻ്റെ വിഷമം പറഞ്ഞതാണോ ഇവിടുത്തെ വിഷയം ആണോ? അതോ ഈ മുസ്ലിയാക്കന്മാർ ഇവർ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് ഹക്കും ജാഹും ബർക്കത്തും ഒക്കെ ചൊല്ലിച്ചിരുന്ന് അതോ നിർത്തിയിരിക്കണം? അത് മറ്റൊരു കാര്യം. ഇവിടെ ഹക്കും ജാഹും ബർക്കത്തും ഒക്കെ തേടിയിരുന്ന അതൊക്കെ കുറച്ച് മുമ്പേ. ഇപ്പോൾ നേർക്ക് നേരെ പച്ച ശിർക്കാണ്, അല്ലെങ്കിൽ രോമം മുളച്ച ശിർക്ക് എന്നൊക്കെ പറയില്ല. അത്രയ്ക്ക് അതിൻ്റെ ഒരു കാഠിന്യം മനസ്സിലാക്കാനാണ് ഇങ്ങനെ പറയുന്നത്. ആ ഒരു ലെവലിലേക്ക് നേർക്ക് നേരെ ഇസ്തിഗാസ എന്ന ഓമന പേരിട്ട് ചെയ്യിപ്പിക്കുകയാണ്. അതിൻ്റെ മുൻ വേർഷൻ ഈ ഹക്ക് ജാഹ് ബർക്കത്തൊന്നും സമസ്ത വിഭാഗങ്ങളിൽ ഈ കെ വിഭാഗത്തിൻ്റെ മദ്രസകളിൽ പഠിച്ച ആളാണ് ഞാൻ. അന്ന് ആ വിഭാഗത്തിന് അങ്ങനെ ഒരു നിലപാടായിരുന്നു. പിന്നീട് അതങ്ങനെ ഈ AP വിഭാഗത്തിനോട് കട്ടക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ആവള സംവാദം മുതലൊക്കെ അതെങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ഒരു തവണ വിശദീകരിച്ചതാണ്. ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ മറ്റൊരു സമയത്ത് നമുക്കത് വിശദീകരിക്കാം. കാര്യം ഒരുപാട് ടൈം പോകും. അവർ പോലും പിന്നീട് നേർക്ക് നേരെ അല്ലല്ലാത്തവരെ വിളിച്ചു തേറൽ തുടങ്ങി. മരിച്ച ആളോട് ചോദിക്കുന്ന വിഷയമല്ലത്. ഇസ്തിഗാസ എന്ന പേരിൽ അവർ ചെയ്യുന്ന കാര്യമല്ല. മരിച്ചു പോയ മഹാത്മാക്കളെ
അവരെ ഇടതേട്ടത്തിന് വേണ്ടി പണ്ട് KSRTC ബസ്സും അതുപോലെ ബെൻസും പറഞ്ഞ മുതലുണ്ട്. അതേപോലെ അതിനേക്കാട്ടിലും വലിയ ഒരു ഉദാഹരണം പറഞ്ഞ ഒരു സുജായി ഉണ്ടായിരുന്നു. അത് ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് കറണ്ട് എടുത്തു കഴിഞ്ഞാൽ ഭം എന്ന് പറഞ്ഞിട്ട് അടിച്ചു പോകും. അതിന് ഇടയിലടിയിൽ ഒരു ഔലിയ പോസ്റ്റ്, ഒരു സ്റ്റേ ഔലിയ, ഒരു സപ്പോർട്ട് ഔലിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൽ നിന്നാണ് നമ്മൾ ലൈന് വലിക്കേണ്ടത്. ഈ ഔലിയാക്കൾക്ക് നേരിട്ട് പോയിട്ട് അള്ളാഹിനോട് സംഭവം ഓക്കെ ആക്കുക. ഔലിയ എന്താണെന്ന് അറിയില്ല, കറാമത്ത് എന്താണെന്ന് അറിയില്ല. ഇവിടെ ഔലിയാക്കൾ നിഷേധിക്കുന്നില്ല, ഇവിടെ കറാമത്ത് നിഷേധിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി അതിൽ ആരാണ് ഔലിയ, എന്താണ് കറാമത്തെന്ന് വിശദീകരിച്ചു കൊണ്ടുള്ള ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊന്നും നിഷേധിക്കുകയല്ല. പരിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞോ അവിടെ നിൽക്കും. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചോ അവിടെ നിൽക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് ഇങ്ങനെ എക്സ്പാൻഷൻ ചെയ്യാൻ, ഇതിങ്ങനെ കൂട്ടി സിയാദത്താക്കി തൊള്ളമ തോന്നിയത് വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് അങ്ങനെ അത് ഇസ്ലാമിലില്ല. നേരത്തെ ഒരു വാക്ക് ഞാൻ പറഞ്ഞത് പ്രത്യേകം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ലോകാടിസ്ഥാനത്തിൽ വ്യാപിച്ച് കിടക്കുന്ന അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ഈ ജീവിത വ്യവസ്ഥയ്ക്ക് അതിന് ഈ കേരളത്തിൽ സ്വാർത്ഥതയുടെ കാര്യം മാത്രം വെച്ചുകൊണ്ട് വളച്ചൊടിക്കുവാനും കോട്ടിമാട്ടുവാനും അത് വക്രീകരിക്കുവാനും ശ്രമിച്ചാൽ അതിന് മറുപടി പറയേണ്ടി വരും, അതിന് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും എന്നുള്ളതാണ്. ഏതായാലും ബാക്കി കേൾക്കാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖാല ഇൻ ശിഅ്ത അഖർതു ലക വഹുവ ഖൈർ. നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്കുള്ള വേണ്ടിയുള്ള ആ ദുആ, ആ തേട്ടം ഞാൻ പിന്തിപ്പിക്കാം. ഇപ്പോൾ ഞാൻ ദുആ ചെയ്യാതിരിക്കാം. വഹുവ ഖൈറുൽ ലക, അതാണ് നിനക്ക് ഉത്തമം. എന്താ കാരണം? ആ കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയും. കണ്ണിൻ്റെ ആ ഹറാമു നോക്കിക്കൊണ്ടുള്ള ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. കാഴ്ചയില്ലാത്ത വ്യക്തി പള്ളിയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ വ്യക്തിക്ക് സാധാരണ കാഴ്ചയുള്ള മനുഷ്യൻ പള്ളിയിലേക്കും മറ്റു പുണ്യകർമ്മങ്ങളിലേക്കും വരുന്നതിലേറെ വലിയ പുണ്യവുമുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഇവിടെ ചോദിച്ചോട്ടെ. ഇതാണ് എക്സ്പാൻഷൻ നിങ്ങളുടെ വക വേണ്ട എന്ന് പറഞ്ഞത്. ആ ഒരു വിഷയം പറയുകയാണെങ്കിൽ കുറേ വിശദീകരിച്ച് പറയേണ്ടതുണ്ട്. എന്തായാലും ഒരു ചെറിയൊരു സൂചന മാത്രം തരാം. എന്തായാലും അദ്ദേഹത്തിന് ഹൈറ് ഒരു പക്ഷേ കാഴ്ചയില്ലാത്തതായിരിക്കാം എന്ന് പറയുന്നുണ്ട്. പള്ളിയിലേക്ക് വരുന്നതൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടൊക്കെ അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, കാഴ്ചയില്ലാത്ത ഒരാൾ ഹറാമ് കാണില്ല, അതുകൊണ്ട് ആ ഹറാമ് കാഴ്ചയിൽ നിന്ന് രക്ഷപ്പെട്ടു, അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല, രക്ഷപ്പെട്ടു എന്ന് പറയുന്നതിന് അപ്പുറം നമ്മൾ കാഴ്ചയുള്ളവരാണ്. കാഴ്ചയില്ലാത്ത ഒരുപാട് നമ്മുടെ സഹോദരന്മാരുണ്ട്. ഈ കാഴ്ചയുള്ള കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കാതെ നമ്മുടെ ദേഹേച്ഛയെ കടിഞ്ഞാണിട്ട് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് പാത്രമാവുക എന്നുള്ളതാണ്. അത് വിശദീകരിക്കുക എന്നുള്ളൊരു കാര്യമായതുകൊണ്ടും വീഡിയോ നീണ്ടു പോകുന്നുണ്ട്. ബാക്കി പറയട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഹുവ ഖൈറുൻ, അതാണ് നിനക്ക് ഖൈർ. വഇൻ ശിഅ്ത ദഅഉതു, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തു തരാം എന്നും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. അപ്പോൾ ശരി അൽവിസ്താദേ, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ അങ്ങോട്ട് സമ്മതിച്ചു എന്ന് വെക്കാം. മുഹമ്മദ് ബാവ എന്ന ആ വ്യക്തി അവിടെ വന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ അള്ളാഹുവോട് ദുആ ചെയ്യുമ്പോൾ ചില ആളുകളുടെ ഹക്കും ജാഹും ബറക്കത്തും അതൊക്കെ അടിസ്ഥാനമാക്കി അത് മുൻനിർത്തി തവസ്സുലാക്കി എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്യാറുണ്ട്. അതിൻ്റെ തെളിവാണ് മുഹമ്മദ് ബാവ എന്ന് പറയുന്ന ആ മനുഷ്യൻ അല്ലെങ്കിൽ സഹോദരൻ അവിടെ ചോദിച്ചത്. അതിനുള്ള മറുപടിയാണോ ഒരു സ്വഹാബി വര്യൻ റസൂലുള്ളാൻ്റെ ചാരത്ത്, ഹയാത്തുള്ള റസൂലുള്ളാൻ്റെ ചാരത്ത് മുന്നിൽ വന്നുകൊണ്ട് മനുഷ്യ സഹജമായ ജീവനുള്ള ഹയാത്തുള്ള മനുഷ്യനിൽ സംഭവിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്നുള്ളൊരു കാര്യം കൊണ്ട് ഒരു സ്വഹാബി അങ്ങോട്ട് വരുന്നത് കാണുകയും കേൾവി എന്നുള്ള ആ ഒരു മാനുഷികമായ ആ ഒരു സംഗതി കൊണ്ട്, കേൾവി മനുഷ്യന് മാത്രമുള്ളതല്ല, മനുഷ്യൻ്റെതായ ഒരു കേൾവി, ആ കേൾവി കൊണ്ടൊരു മനുഷ്യൻ്റെ സങ്കടമാവട്ടെ, ദുആ കൊണ്ട് വസിയത്താവട്ടെ, അതുപോലെ എന്തോ ആവട്ടെ, അത് കേൾക്കുക എന്ന ഒരു കാര്യവും, അത് കേട്ടതിന് ശേഷം അന്ന് അവിടെ ആ നിമിഷം ജീവനോടെയുള്ള പ്രവാചകൻ ആ സ്വഹാബിക്ക് മറുപടി നൽകുകയും ചെയ്തു. ഇതാണോ ഇന്ന് സാധു സഹോദരങ്ങളെ കൊണ്ട് അറിവില്ലായ്മ എന്നുള്ള ആ ഒരു കാര്യം അത് ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങൾ
പ്രവാചകൻ്റെ ബദരീങ്ങളുടെ ഖന്തക്കീങ്ങളുടെ ഉഹദീങ്ങളുടെ അതുപോലെ മുഹീദ്ദീൻ ഷേഖിൻ്റെ റിഫായി ഷേഖിൻ്റെ എന്തിനേറെ കോഴിക്കോട് മറവിട്ട് കിടക്കുന്ന CM മടവൂർ എന്ന് പറയുന്ന ആളുടെ അടക്കം ഹക്കും ജാഹും ബർക്കത്തും ചോദിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഹക്കും ജാഹും ബർക്കത്തും ഒക്കെ ഔട്ട് ഓഫ് ഫാഷനായിട്ട് നമുക്ക് നേരിട്ട് CM മടവൂരേ കുട്ടനെ കൊണ്ടാ, CM മടവൂരേ അങ്ങനെ ചെയ്യേ, CM മടവൂരേ ഇങ്ങനെ ചെയ്യേ. ഇത് CM മടവൂരിനെ മോശമാക്കി കാണിക്കുകയല്ല. ഇന്നടക്കം ഒരാളിൻ്റെ അടുത്ത് അത് പറഞ്ഞു, CM മടവൂര് എൻ്റെ ശത്രുവൊന്നുമല്ല. CM മടവൂര് എന്ന് പറയുന്ന ആളെ ഇവരിങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ CM മടവൂര് എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ അവസ്ഥ അതെന്തായിരുന്നു എന്നുള്ളത് ഒരുവിധം ആളുകൾക്ക് അറിയാം. അറിയില്ലെങ്കിൽ അവരുടെ ചരിത്രം ഒന്ന് വായിച്ചാൽ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ CM മടവൂരിനെ മോശമാക്കിയല്ല, ഇവർ പറയുന്ന അത്രയും മാരകമായ കാര്യങ്ങൾ കേട്ടിട്ട് വിഷമിച്ചിട്ട് പറയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഈ പറയപ്പെട്ട ആളുകളെ ഇടതേടുന്ന, ഇടയാളനാക്കുന്ന, ട്രാൻസ്ഫോമറാക്കുന്ന, കമ്പിക്കാലാക്കുന്ന, ബെൻസും KSRTCയും ആക്കുന്ന വിഷയം, നേർക്ക് നേരെ ചോദിക്കുന്ന വിഷയം വന്നിട്ടുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുള്ള മറ്റൊരു പിഴച്ച വിശ്വാസമായിരുന്നു. ഇപ്പോൾ വല്ലാതെ അത് എടുക്കണില്ലെങ്കിൽ പോലും ആ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഹയാത്തുള്ള റസൂലിനോട്, ഹയാത്തുള്ള ജീവനോടെയുള്ള ഒരു സ്വഹാബി വന്ന് പറയുന്ന കാര്യമാണോ പറയേണ്ടത്? പ്രവാചകൻ വഫാത്തായതിനു ശേഷം പ്രവാചകൻ്റെ ഹക്കും ജാവും ബർക്കത്തും. ഇനി അത് പോട്ടെ, പ്രവാചകനോട് ആ സ്വഹാബി വന്ന് സഹായം പറഞ്ഞപ്പോൾ, ഇനിയിപ്പോൾ ഇടതേട്ടം തേടിയപ്പോൾ, അള്ളാഹിനോട് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ, അപ്പോൾ പ്രവാചകൻ അതിന് പറയുന്ന കാര്യങ്ങളല്ലേ അലവി സഖാഫി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ CM മടവൂരാവട്ടെ, മമ്പ്രത തങ്ങളാവട്ടെ, അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ആവട്ടെ, അത് ആരാവട്ടെ, അവരോട് നിങ്ങളാണ് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് അവർ പരിഹാരം പറഞ്ഞു തരുന്ന നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അവർ കേൾക്കൂല എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് അവർക്ക് കേൾവിയില്ല എന്ന് തന്നെ അർത്ഥമല്ല. നമുക്ക് കേൾപ്പിക്കാൻ ആവില്ല. അവരുടെ കേൾവി അത് ബർസക്കിയായ കേൾവിയാണ്. അത് അള്ളാഹു അവരെ കേൾപ്പിക്കും. അത് ഏത് കേൾവി, എന്ത് കേൾവി, എങ്ങനെ, അതല്ല ഇവിടുത്തെ ചർച്ച. നിങ്ങൾ വിളിച്ച് തേടിയാൽ ഒരു കേൾക്കൂല. ഇനി കേൾക്കുന്ന് അങ്ങോട്ട് കരുതുക. എന്തൊക്കെ പൊട്ടപ്പോയത്തങ്ങൾ പറഞ്ഞുണ്ടാക്കണം, എന്നാൽ ഇതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കരുതുക. അങ്ങനെ കേൾക്കുമെന്ന് നിങ്ങൾ കരുതിയാൽ തന്നെ ഒരു ഉത്തരവും ചെയ്യില്ല. പിന്നെ എന്തിനാണ് ഈ പഴുവേലക്ക് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇത് അതല്ല, അത് മറ്റൊരു കാര്യമാണ്. നേർക്ക് നേരെ വിളിച്ച് പച്ച ഷിർക്ക് ചെയ്യുന്നതല്ല. ഇത് ബിദഅത്തായ ഷിർക്കിലേക്ക് വഴി നടത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം ചോദിക്കുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യം, ഇടയാളൻ എന്നുള്ളത് നമ്മൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. ഇന്ന് എനിക്ക് വിളിച്ചിട്ടുള്ള ഒരുവിധം സഹോദരന്മാരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, സഹോദരന്മാരെ ദുആയിൽ ഉൾപ്പെടുത്തണം എന്നാണ്. ഇത് വസിയത്ത് ചെയ്യലാണ്. ഇതിൽ ഒരു തെറ്റുമില്ല. പ്രവാചകൻ ഹയാത്തുള്ള കാലത്ത് പ്രവാചകന് വഹിയുണ്ട്, അള്ളാഹുവുമായിട്ട് സമ്പർക്കമുണ്ട്. പ്രവാചകൻ്റെ അടുത്ത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ഇവർ തന്നെ പരിചയപ്പെടുത്തുന്ന ജിബ്രീൽ അടക്കമുള്ള പല മലായിക്കത്തീങ്ങൾ വരികയും ആ മലായിക്കത്തെ കിറാമുമായിട്ട് ആശയവിനിമയം നടത്തുകയും അള്ളാഹുവിൻ്റെ ആജ്ഞകൾ, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അള്ളാഹു പ്രവാചകനോട് അറിയിക്കുവാനുള്ള കാര്യങ്ങളെല്ലാം എത്തിക്കുകയൊക്കെ ചെയ്യുന്ന വഹിയുണ്ട്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ വഹിയുള്ള ആളാണ്. ആ പ്രവാചകനോട് ദുആ ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ കുറേ കിതാബോധി പഠിച്ച വലിയ മനുഷ്യൊന്നും അല്ലാത്ത 5 വക്ത് നിസ്കരിച്ച് അള്ളാഹുവിനെ മാത്രം പരമർപ്പിച്ച് അള്ളാഹുവിനെ മാത്രം വിശ്വസിച്ച് അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അവനോട് മാത്രം നേർച്ച വഴിപാടുകളൊക്കെ ചെയ്തുകൊണ്ട് മുഅ്മിനായിട്ട് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനോടും ആ വസിയത്ത് ചെയ്യാം. ആ വസിയത്ത് ചെയ്യാം എന്നുള്ളതിൻ്റെ തെളിവായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. വലിയ വീഡിയോ ആണ്. ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി നമുക്ക് കേൾക്കാം. 1-2 കാര്യങ്ങളും കൂടി കേട്ടിട്ട്, ഇതാണോ ഇവർ ചെയ്യുന്ന മരിച്ചു മണ്ണിനടിയിൽ കിടക്കുന്ന ആളുകളോട്, അതാരോ ആവട്ടെ അവരെ ഇടയാളനാക്കിയിട്ട്, ഇത് അള്ളാൻ്റെ റസൂലേ എൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിക്കുന്ന പോലെയാണോ മരിച്ചു പോയ അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ല ആവട്ടെ, ആരോ ആവട്ടെ, നിങ്ങൾ ഒന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കാര്യം ഒന്ന് നടത്തിത്തരാൻ, അല്ലെങ്കിൽ ആ മരിച്ചു കിടക്കുന്ന ആളുടെ ഹക്കും ജാവും ബർക്കത്തും, അവർക്ക് ഹക്കും ജാവും ബർക്കത്തും ഒക്കെ ഉണ്ടാവുമായിരിക്കാം. അതുകൊണ്ട് അള്ളാഹ് നമ്മളെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കാത്ത സാഹചര്യത്തിൽ, ഇപ്പോൾ വ്യക്തത ഇല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഒരു സ്വഹാബി അള്ളാൻ്റെ റസൂലിനോട്, ഹയാത്തുള്ള അള്ളാൻ്റെ റസൂലിനോട് ചോദിച്ചത്. വഫാത്തായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്
അങ്ങനെ ഒരു സംഭവം ഇല്ലേ, അതുണ്ടോയെന്നല്ലേ ചോദിച്ച്. അല്ലെങ്കിൽ ഇബ്രാഹിം നബി ആവട്ടെ, മറ്റേതൊരു പ്രവാചകനാവട്ടെ, ഔലിയാകട്ടെ, വലിയാവട്ടെ, ശുഹദാവട്ടെ, ആരെങ്കിലും സ്വഹാബാക്കളോ താബികളോ താബികളോ ചെയ്യണ്ടോ? സ്വഹാബി തന്നെ ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്തിരിക്കുന്നത്? റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് ദുആ വസിയത്ത് ചെയ്തെന്ന്. അലവി സക്കാഫിയെ, നിങ്ങൾ ജന്മന ഇങ്ങനെയാണോ, അതോ നിങ്ങളുടെ ചില കാര്യങ്ങളോടുള്ള അത്യാർത്തി കാരണം നിങ്ങൾക്ക് സാമ്പത്തികമായും മറ്റുമുള്ള ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി പാവപ്പെട്ട ആളുകളിലേക്ക് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ആയതാണോ? ചില ആളുകൾ ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ ആവാറുണ്ട്. ഇതിന് ഞങ്ങളവിടെ പറയുക റിലേ ബോയിന്ന് കുട്ടികൾ പറയാറുണ്ട്. ഇനി എന്താ പറയാന്നുള്ളത് നിങ്ങൾ ഊഹിക്കും. ഈ വിഷയത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയും. കുറച്ചും കൂടി അദ്ദേഹം പറയുന്നുണ്ട്, അതിലെന്തെങ്കിലും ഉണ്ടാവും. അതും കൂടി കേട്ട് നമുക്ക് സുലാൻ പറഞ്ഞു. അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, നബിയെ, എൻ്റെ കൈ പിടിക്കാനും എനിക്ക് ഒത്താശ ചെയ്യാനും പറ്റിയ ആളുകളില്ല നബിയെ, അതുകൊണ്ട് തങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം എന്ന് അദ്ദേഹം വീണ്ടും ആവശ്യപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതെന്താ? ഫഅമറഹു അൻ യതവല്ലഅ. അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് തന്നെ പറയാണ്, നിങ്ങൾ പോയി നല്ലൊരു ഉളു എടുക്ക്. ഫയുഹ്സിന ഉളൂഅഹു, ആ ഉളു നന്നാക്കിയെടുക്ക്. വയുസല്ലി റക്അത്തൈനി, എന്നിട്ട് അവിടെ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കണം. വയദുഉ ബിഹാദ ദുആ, എന്നിട്ട് ഞാൻ ഇനി ഞാൻ ചൊല്ലിത്തരുന്ന, പഠിപ്പിച്ചു തരുന്ന ഈ ദുആ നിങ്ങൾ ദുആ ചെയ്യുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാഴ്ചയില്ലാത്ത സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, നമ്മുടെ സാധാരണഗതിയിൽ ഈ 2 റക്അത്ത് നിസ്കാരം എന്നതാണ് നമ്മൾ സ്വലാത്തുൽ ഹാജത്ത് എന്ന് ചൊല്ലുന്ന എന്ന പേരിൽ നമ്മൾ നിർവഹിക്കുന്ന ഖുതുബിയത്തിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം യഥാർത്ഥത്തിൽ ഇതാണ് സ്വലാത്തുൽ. ഇപ്പം എന്തായി? ആൻറ്റി നല്ല അടിക്കാരനാണ്. ആരേ പറഞ്ഞ്? ആൻറ്റി തന്നെ പറഞ്ഞത്. ഇതന്നെ അവസ്ഥ. അങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഈ ഉസ്താദിനോട് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന മുസ്ലിയാക്കന്മാരോട്, മുസ്ലിയാർ ജോലി എടുക്കുന്ന പണ്ഡിതന്മാർ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. കാര്യം അള്ളാഹുവിൻ്റെ ദീന്, പരിശുദ്ധ ഖുർആൻ, സ്വയായ ഹദീസ്, അത് ദഅവത്തിൻ്റെ മേഖലയിൽ നിസ്വാർത്ഥമായിട്ട് ആളുകൾക്ക് പഠിപ്പിക്കാനിറങ്ങിയ പുണ്യപുരുഷുകളൊന്നുമല്ല അവർ. ഈ ചെയ്യുന്നതൊക്കെ അവരുടെ ശമ്പളത്തിന് വേണ്ടിയുള്ള ജോലികളാണ്. അതവരുടെ മുസ്ലിയാർ ജോലിയാണ്. ആക്ഷേപിക്കല്ല, ഒരു യാഥാർത്ഥ്യം പറഞ്ഞാണ്. ആർക്കെങ്കിലും അതൊരു ആക്ഷേപമാണ് എന്ന് തോന്നിയാൽ ദയവ് ചെയ്തിട്ട് ക്ഷമിക്കുക. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹാജത്തിൻ്റെ നിസ്കാരത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. റസൂലുള്ളാഹിനോട് ഒരാൾ വന്നിട്ട് ഒരു കാര്യം പറയാണ്, അത് ദുആ കൊണ്ട് വസിയത്താണ്. പ്രവാചകന്, അവിടെ വേറെയും സ്വഹാബികളുണ്ടല്ലോ, അതിൽ ഉത്തമനായ, മാനവരിൽ മഹോന്നതൻ, മാനവരാശിയുടെ എല്ലാ സൗന്ദര്യവും അല്ലേ, ഇത് അമിതവർണ്ണനയല്ല. ആ പ്രവാചകനോട് അത്രയേറെ സ്നേഹത്തോടെ നാം ആ പ്രവാചകനെ ഓർക്കുകയും ആ പ്രവാചകനെക്കുറിച്ച് പറയുകയും വേണം. ഇല്ലാത്ത കഥ പറയരുത്, അമിത വർണ്ണന പാടില്ല. അത് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ആ പ്രവാചകനെ കുറിച്ചിട്ട് പറയുന്ന കാര്യമാണ്. എന്താണ് മുഹമ്മദ് ബാബ എന്ന് പറയുന്ന സഹോദരൻ ചോദിച്ചത്? മരിച്ചു പോയ ആളുകളെ കമ്പിക്കാലും ബെൻസുകാരും ഒക്കെ ആക്കുന്ന, അങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. ആ വിഷയത്തിൽ ചില ആളുകൾ, ഈ മുസ്ലിയാർ ജോലി എടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, മുസ്ലിയാർ ഉദ്യോഗസ്ഥന്മാർ, ഇതൊന്നും ആക്ഷേപമല്ലേ? മനസ്സിലാക്കണം, എല്ലാവരും മനസ്സിലാക്കണം. ഇത് ഞാൻ വലിയ കണ്ടുപിടുത്തക്കാരൻ യുറേക്ക പറഞ്ഞിട്ട് നിങ്ങളെ മനസ്സിലാക്കിക്കൊന്നുമല്ല. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു കച്ചവടക്കാരനായിരുന്നു. അതിൻ്റെ തുച്ഛ വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കിയിരുന്നു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി പല വീഡിയോയിലും പറഞ്ഞതാണ്. അലി റളിയല്ലാഹു അൻഹു പുല്ലരിഞ്ഞു കൊടുക്കുന്ന പുല്ലുവെട്ടുകാരൻ, അതായത് ഇന്ന് മെഷീനും കൊണ്ട് വെട്ടിക്കളയുന്ന പോലെയല്ല, അരിഞ്ഞെടുത്ത് ഒട്ടകത്തിന്, കഴുതയ്ക്ക്, കുതിരക്കൊക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് അത് കൊണ്ടേ കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഉപജീവനം നടത്തിയിരുന്ന, മക്കളെ പോറ്റിയിരുന്ന ആരാണ്? ഇസ്ലാമിൻ്റെ ഖലീഫമാർ, ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണത്തലവന്മാർ, ഖാലിമാർ, ജഡ്ജിമാർ, ഖത്തീബുമാർ, അവരുടെയൊക്കെ നേതാവായിരുന്ന ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസങ്ങൾ പട്ടിണിയാർന്നിരുന്നു. അത് ഭക്ഷണത്തിനോട് വിരക്തി കൊണ്ടല്ല സഹോദരന്മാരെ, ആവശ്യമില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ ആ രൂപത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. പച്ചില തിന്നുകൊണ്ടും പുല്ല് തിന്നുകൊണ്ടും വിശപ്പടക്കിയിരുന്നു എൻ്റെ റസൂലെന്ന് പറയുന്ന, പഠിക്കുന്ന സഹോദരന്മാരെ, ഈ വീഡിയോ ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും ലാളിത്യത്തോടെ ജീവിച്ചിരുന്നു. പ്രവാചകൻ്റെ പ്രിയ പുത്രി
ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വഫാത്താവുന്ന സമയത്ത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാരോട് പറഞ്ഞൊരു വാക്ക്, ആ മക്കളുള്ളൂ ആ സമയത്തുണ്ടായിരുന്നത്. മഹദി രോഗശയ്യയിലാണ്, മരണമാസന്നമായിരിക്കുന്ന അവസ്ഥയിൽ പറയുകയാണ് അവർക്ക് ഏറ്റവും പ്രിയങ്കരമായ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു ഭക്ഷണം. ആ ഭക്ഷണം ഞാനതൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. മനസ്സ് ചങ്ക് പൊട്ടിയിട്ടൊക്കെയാണ് ആ ഒരു കാര്യം പറയാൻ പോലും കഴിഞ്ഞത്. മഹദി ഫാത്തിമത്തു സഹ്റ ബത്തൂൽ മക്കളോട് പറയാണ്, ഈ ഉമ്മ ഈ ലോകം വിട്ടു പോകുന്നത് എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം അതൊന്ന് അവരുടെ ആഗ്രഹം തീരുന്നത് വരെ, അല്ലെങ്കിൽ അവർക്ക് മതി ആവുന്നത് വരെ, പൂതി തീരുന്നവരെ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും, അവരുടെ വയറ് നിറയുന്നത് വരെ എന്ന് ഒക്കെ മനസ്സിലാക്കാം, ഉണ്ടാക്കിത്തരാൻ ഉമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സങ്കടത്തോടെ പോകുന്ന ഫാത്തിമ ബീവി. ആ ഫാത്തിമ ബീവിയുടെ പിതാവ് 3 ദിവസം പട്ടിണി കിടന്നിട്ടുണ്ട് എന്നുള്ളത് ഭക്ഷണമില്ലാത്തതുകൊണ്ട് പറഞ്ഞ നമ്മുടെ ഉമ്മ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഇന്ന് 46-50 കോടികൾ ആളുകളുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതേപോലെ തിരുവനന്തപുരം കന്യാകുമാരി മുതൽ കുനിയ വരെ കുനിയുന്ന ആളുകൾ ലക്ഷറി ജീവിതവും കോടികൾ അമ്മാനമാടിക്കൊണ്ട്, അല്ല അവർ പിരിച്ചെടുത്തു, അവർ ചിലവാക്കിക്കോട്ടെ, പക്ഷേ ഈ ദീന് പ്രചരിപ്പിക്കപ്പെട്ട, ഇത് പഠിപ്പിച്ചു തന്ന റസൂലിൻ്റെയും സച്ചരിതരായ സ്വഹാബത്തിൻ്റെയും അവസ്ഥ അത് മനസ്സിലാക്കാതെ ലക്ഷറി വാഹനങ്ങളുമായിട്ട്, അത് ഏത് പുരോഹിതനാവട്ടെ, സമ്പത്ത് അതിന് വേണ്ടി മാത്രം ഇല്ലേ, എത്രയെത്ര ആളുകൾ വീടില്ലാതിരിക്കുന്നു, എത്രയെത്ര ആളുകൾ രോഗം കൊണ്ട് ചികിത്സയ്ക്ക് പണമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കോടികൾ ആളുകളുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്ത് നിങ്ങൾ നടത്തുന്നതിനോട് അസൂയല്ല, നടത്തിക്കോളി, നിങ്ങൾക്ക് അതൊക്കെ തന്നെ ഉള്ളൂ, തെറ്റിദ്ധരിക്കേണ്ട. അതിൻ്റെ അപ്പുറത്തേക്ക് വേണമെങ്കിൽ പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും പിൻപറ്റി അല്ലാഹുമ്മ ഹീന മിസ്കീനൻ വാമിത്തിന മിസ്കീന എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ്റെ ആ പാത പിന്തുടർന്നുകൊണ്ട് അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.